മനുഷ്യരാശിയെ യുഗയുഗാന്തരങ്ങളായി അലട്ടുന്ന ഒരു രോഗപീഠയാണ് അർബുദം അഥവാ ക്യാൻസർ. ഈ രോഗാവസ്ഥയ്ക്ക് ശാശ്വത പരിഹാരം ഹോമിയോപ്പതിയിലൂടെ കണ്ടെത്തിയ ആളാണ് ഡോക്ടർ എസ് കൃഷ്ണകുമാർ. വിവിധതരം ക്യാൻസർ രോഗങ്ങളെ ഹോമിയോപ്പതിക് മെഡിസിൻ കൊണ്ട് സുഖപ്പെടുത്തിയ ഡോക്ടർ എസ് കൃഷ്ണകുമാറുമായി പ്രമുഖ രാഷ്ട്രീയ പൊതുപ്രവർത്തകനായ ജോർജ് ജോസഫ് നടത്തിയ പ്രത്യേക അഭിമുഖത്തിലൂടെ ക്യാൻസർ രോഗചികിത്സയിൽ ഹോമിയോപ്പതി മരുന്നുകളുടെയും എറണാകുളം കലൂർ LFC റോഡിൽ പാവക്കുളം അമ്പലത്തിന് സമീപമുള്ള ശ്രീകൃഷ്ണ ക്ലിനിക് ആൻഡ് ക്യാൻസർ റിസർച്ചിൻ്റെ ചികിത്സാ വിജയങ്ങളും വെളിപ്പെടുത്തുന്നു. ഡോക്ടർ, എന്താണ് ക്യാൻസർ? ക്യാൻസർ ബാധിച്ചാൽ ശരീരത്തിലെ കോശങ്ങളിൽ ഇത് മുഴുവനായും പടരാൻ സാധ്യതയുണ്ടോ? 21-ാം നൂറ്റാണ്ടിൽ ലോക ജനത അഭിമുഖീകരിക്കുന്ന നിരവധി ആരോഗ്യ പ്രശ്നങ്ങളിൽ ഏറ്റവും ഗുരുതരമായ പ്രശ്നം ക്യാൻസർ എന്ന കില്ലർ ഡിസീസാണ്. ജീവൻ എന്ന പ്രതിഭാസത്തിൻ്റെ നിരന്തരവും അവിഭാജ്യവുമായ സത്തയാണ് വളർച്ച. ശാരീരികമായ വളർച്ച നാം നിത്യവും കണ്ടുവരുന്ന ഒന്നാണ്. ഇതിൻ്റെ കാരണം മൂലവസ്തുക്കളായ സെല്ലുകളുടെ അഥവാ കോശങ്ങളുടെ രൂപീകരണമാണ്. സെല്ലിൻ്റെ കേന്ദ്രബിന്ദു ന്യൂക്ലിയസ് ആണ്. ഇതിനുള്ളിൽ ഉള്ള DNA മോളിക്യൂൾസിലാണ് പുതിയ സെല്ലുകളെ സൃഷ്ടിക്കുന്നതിനുള്ള ശക്തി അന്തർലീനമായിരിക്കുന്നത്. DNA-യിൽ നിന്നും ലഭിക്കുന്ന അറിവിൻ്റെ അടിസ്ഥാനത്തിൽ മെസഞ്ചർ RNA വഴി ട്രാൻസ്ഫർ RNA കൊടുക്കുന്ന വിവരമാണ് RNA മോളിക്യൂൾസിന് അമിനോ ആസിഡുകളെ അടുക്കി വയ്ക്കുന്നതിനും അതുവഴി പുതിയ പ്രോട്ടീൻ മോളിക്യൂൾസിനെ സൃഷ്ടിക്കുന്നതിനുമുള്ള കെൽപ്പ് നൽകുന്നത്. ഈ സങ്കീർണമായ വ്യവസ്ഥിതി നമ്മുടെ ശരീരത്തിൽ അനസ്യൂതം നടന്നുകൊണ്ടേയിരിക്കുന്നു. DNA മോളിക്യൂൾസിലെ ജീനുകളുടെ നിയന്ത്രണത്തിന് വിധേയമായി മാത്രമാണ് സാധാരണ കോശവിഭജനവും വളർച്ചയും കോശങ്ങളുടെ നശീകരണവും സംഭവിക്കുന്നത്. ഇത് ഓട്ടോമാറ്റിക്കായി പ്രോഗ്രാം ചെയ്തിട്ടുള്ള ഒരു സംവിധാനമാണ്. ക്യാൻസർ ശരീരത്തിൻ്റെ ഏത് അവയവത്തെ ബാധിച്ചാലും ആദ്യ സ്റ്റേജ് കഴിയുമ്പോൾ തന്നെ രക്തത്തിലൂടെയും മറ്റു മാർഗങ്ങളിലൂടെയും മെറ്റാസ്റ്റാസിസ് എന്ന ഒരു പ്രക്രിയയിലൂടെ ശരീരത്തിൻ്റെ എല്ലാ കോശങ്ങളിലും പടരുവാൻ വളരെ സാധ്യതയുണ്ട്. ക്യാൻസർ രോഗികളിൽ മുഴകൾ വളരുന്നത് എന്തുകൊണ്ടാണ് ഡോക്ടർ? മനുഷ്യരാശിയുടെ മരണകാരണമായി മാറിക്കൊണ്ടിരിക്കുന്ന ക്യാൻസർ രോഗത്തിൽ ഒരു നിയന്ത്രണവുമില്ലാതെ ശരീരകോശങ്ങൾ വളരുകയും പെരുകുകയും ചെയ്യുന്നതാണ് നാം കണ്ടുവരുന്ന പ്രതിഭാസം. അനിയന്ത്രിതമായ കോശവിഭജനത്തിന് കാരണം ഓങ്കോജീൻസ് ആണ്. എന്നാൽ ഇതിന് TSG അഥവാ ട്യൂമർ സപ്രസർ ജീൻസ് എന്ന ഒരുതരം ജീനുകളുടെ നിയന്ത്രണത്തിന് വിധേയമായി മാത്രമേ പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. അതിനാൽ TSGയുടെ പ്രൊട്ടക്റ്റീവ് കപ്പാസിറ്റി നഷ്ടപ്പെട്ടാൽ കോശങ്ങളിൽ മാലിഗ്നൻസി അഥവാ ക്യാൻസർ വളരാൻ ഇടയുണ്ട്. ക്യാൻസർ ബാധിതരിൽ ശരീരകോശങ്ങളുടെ ക്രമാതീതമായ വളർച്ച മൂലം അത് മുഴകളായി രൂപാന്തരപ്പെടുകയും മറ്റു കോശങ്ങളുടെ സാധാരണ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു. ക്യാൻസറുമായി ബന്ധപ്പെട്ട് കേൾക്കുന്നൊരു പദമാണല്ലോ കാർസിനോജൻ. ഇതുകൊണ്ട് എന്താണ് സാധാരണ ജനങ്ങൾ മനസ്സിലാക്കേണ്ടത്? മനുഷ്യരിൽ ക്യാൻസർ ഉണ്ടാക്കാൻ കഴിവുള്ള വസ്തുക്കളെ കാർസിനോജൻസ് എന്ന് വിളിക്കുന്നു. ഇതിൽ പലതരം വസ്തുക്കളുണ്ട്. ഇവ ശരീരത്തിൽ പ്രവേശിച്ചാൽ ശരീരത്തിലെ കലകളിൽ അഥവാ കോശങ്ങളിൽ ഇറിറ്റേഷൻ ഉണ്ടാക്കുകയും ആ ഭാഗത്തെ DNA മോളിക്യൂൾസിനെ നശിപ്പിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ സംഭവിക്കുക മൂലം സെല്ലുകൾ അഥവാ കോശങ്ങൾ ക്യാൻസറസ് ആയിത്തീരുന്നു. നിരവധി മാർഗങ്ങളിലൂടെ ഇങ്ങനെ DNA മോളിക്യൂൾസിൻ്റെ ഫങ്ഷണൽ കോൺഫിഗറേഷൻ ഇത്തരം വസ്തുക്കൾക്ക് നശിപ്പിക്കുവാൻ സാധിക്കും. ഇത് ചിലപ്പോൾ DNA ക്രോസ് ലിങ്കിങ്ങിലൂടെയും DNA പ്രോട്ടീൻ ക്രോസ് ലിങ്കിങ്ങിലൂടെയും മറ്റു നിരവധി മാർഗങ്ങളിലൂടെയും സംഭവിക്കാം. ഇങ്ങനെ നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട നിരവധി വസ്തുക്കൾക്ക് ക്യാൻസർ ഉണ്ടാക്കുവാൻ സാധിക്കും. ഇവയെ പൊതുവെ നമ്മൾ കാർസിനോജൻസ് എന്നാണ് വിളിക്കുന്നത്. ക്യാൻസറിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് ഡോക്ടർ? ഒന്ന് വിശദീകരിക്കാമോ? ക്യാൻസറിന് നിരവധി കാരണങ്ങളാണ് ഉള്ളത്. ആദ്യമായി ഫ്രിക്ഷൻ ആൻഡ് ഇറിറ്റേഷൻ, അതായത് ശരീരകോശങ്ങൾക്ക് സംഭവിക്കുന്ന നിരന്തരമായ ഉദ്ദീപനമോ പരിക്കേൽക്കലോ. ഉദാഹരണം പറയുകയാണെങ്കിൽ വെറ്റില മുറുക്ക്, സിഗരറ്റ് സ്മോക്കിംഗ്, അങ്ങനെ പുകവലിക്കുന്നവരിലും വെറ്റില മുറുക്കുന്നവരിലും വായ, തൊണ്ട, അന്നനാളം, ശ്വാസകോശങ്ങൾ എന്നീ ഭാഗങ്ങളിലെ നിരന്തരമായ ഉദ്ദീപനം ഉണ്ടാകുന്ന നിമിത്തം ഈ ഭാഗങ്ങളിലെ DNA മോളിക്യൂൾസിനും അവയുടെ TSG ആയ P53 ജീനുകളും കേടാകുന്നു. അങ്ങനെ അവിടെ ക്യാൻസർ വളരുവാൻ ഇടയാകുന്നു. രണ്ടാമത്തെ കാരണം പറയുമ്പോൾ എക്സ്റേ രശ്മികൾ, റേഡിയേഷൻ, അൾട്രാവയലറ്റ് രശ്മികൾ എന്നിങ്ങനെയുള്ള ഇവയ്ക്കൊക്കെ സെല്ലുകളെ ഡാമേജ് ആക്കുവാൻ സാധിക്കും. മൂന്നാമതായി വാഹനങ്ങൾ ഓടുമ്പോൾ അതിൽ നിന്ന് ബഹിർഗമിക്കുന്ന പുക, അത് ശ്വസിക്കുന്ന മൂലവും ഫാക്ടറികളിൽ നിന്ന് വരുന്ന പുക നിരന്തരമായി ശ്വസിക്കുന്ന മൂലവും ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നാലാമത്തെ കാരണം പറയുകയാണെങ്കിൽ ചിലതരം DNA വൈറസുകൾ നിമിത്തം, അതായത് സ്ത്രീകൾക്ക് ഗർഭപാത്രത്തിൽ ഉണ്ടാകുന്ന ക്യാൻസർ,
സെർവൈക്കൽ കാർസിനോമ എന്ന് നമ്മളതിനെ പറയുന്നു. അതിനകത്ത് HPV-16, HPV-18 എന്നീ ഹ്യൂമൻ പാപ്പിലോമ വൈറസുകൾക്ക് വളരെ ശക്തമായ പങ്കുണ്ട് എന്ന് ശാസ്ത്രജ്ഞന്മാർ പറയുന്നു. അഞ്ചാമതായിട്ടുള്ള കാരണം കൊഴുപ്പ് കൂടിയിട്ടുള്ള ആഹാരം, പ്രത്യേകിച്ചും മാംസാഹാരങ്ങളുടെ നിരന്തരമായ ഉപയോഗം. അതുമാത്രമല്ല, അലുമിനിയം പാത്രങ്ങളിൽ പാകപ്പെടുത്തുന്ന ആഹാരത്തിൻ്റെ നിരന്തരമായ ഉപയോഗം കുടലിലെ കോളോറെക്ടൽ ക്യാൻസർ, അതായത് മലദ്വാരത്തിലും കുടലിലും ഉണ്ടാകുന്ന ക്യാൻസറാണ്, ഇതിന് കാരണമാകുന്നുണ്ട്. ആറാമതായി ചിലതരം രാസവസ്തുക്കളുടെ നിരന്തരമായ സമ്പർക്കം. ബെൻസോൾ പ്ലാന്റിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് അവർക്കൊക്കെ ഈ ലുക്കീമിയ പോലുള്ള രോഗങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അത് രാസവസ്തുക്കളുടെ നിരന്തരമായിട്ടുള്ള ഉപയോഗം മൂലമാണ്, അല്ലെങ്കിൽ അതുപോലുള്ള സമ്പർക്കം കൊണ്ടാണ് ഇത്തരം ക്യാൻസറുകൾ ഉണ്ടാകുന്നത്. അടുത്തതായി പാരമ്പര്യത്തിലൂടെ കിട്ടുന്നവ, അതായത് ഹെറിഡിറ്ററി. പുതിയ റിസർച്ച് കൺസെപ്റ്റ് അനുസരിച്ച് ജീൻസുകളിൽ പാരമ്പര്യമായി സംഭവിക്കുന്ന മുട്ടേഷനോ ഡാമേജ് ആയ DNA മോളിക്യൂളുകളോ അവയിലെ TSGയോ കാരണമാകാമെന്ന് ശാസ്ത്രജ്ഞന്മാർ കരുതുന്നു. സാർ, വിവിധയിനം ക്യാൻസറുകളെക്കുറിച്ചും അതിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ചും ഒന്ന് വിശദീകരിക്കാമോ? ആദ്യമായി ബ്രസ്റ്റ് ക്യാൻസർ. വികസിത രാജ്യങ്ങളിലെ സ്ത്രീകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇത് നമ്മുടെ കേരളത്തിൽ വളരെ കുറവായി മാത്രമേ കാണപ്പെടുന്നുള്ളൂ. ഏത് പ്രായത്തിലെ സ്ത്രീകളിലും ഇത് കാണപ്പെടാം. നെഞ്ചിൽ ഉണ്ടാകുന്ന വേദനയില്ലാത്ത കട്ടി അഥവാ മുഴയാണ് പ്രാരംഭ ലക്ഷണം. ചില കേസുകളിൽ മുഴയോടനുബന്ധിച്ച് മുലക്കണ്ണിൽ നിന്നും രക്തമോ നിറമില്ലാത്ത ഒരു ദ്രാവകമോ സ്ഥലം അമർത്തുമ്പോൾ ഉണ്ടായേക്കാം. രോഗം ആരംഭദിശയിൽ തന്നെ മറ്റു അവയവങ്ങളെയും ബാധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത് സ്തനപരിശോധനയിലൂടെയും CT സ്കാൻ, മാമോഗ്രാഫി, CA-15.3 എന്നീ ടെസ്റ്റുകളിലൂടെയും നമുക്ക് ഡയഗ്നോസ് ചെയ്യുവാൻ സാധിക്കും. അടുത്തതായി സെർവൈക്കൽ കാർസിനോമ, അതായത് ഗർഭാശയ ക്യാൻസർ. ഗർഭാശയ ക്യാൻസർ അനാരോഗ്യകരമായ സാഹചര്യങ്ങളിൽ പ്രസവിക്കുന്ന സ്ത്രീകളിലും കൂടുതൽ തവണ പ്രസവിക്കുന്ന സ്ത്രീകളിലും കാണപ്പെടുന്ന ഒരു രോഗമാണ്. ഇതിൻ്റെ ലക്ഷണങ്ങളെന്ന് പറയുന്നത് വയറുവേദന, ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന ബ്ലീഡിങ്, അതുപോലെ ഡിസ്ചാർജ് എന്നിവയാണ് ലക്ഷണങ്ങൾ. ഇത് ഗർഭപാത്ര പരിശോധനയിലൂടെയും CT സ്കാൻ ടെസ്റ്റ്, അതുപോലെ പാപ്സ്മിയർ എന്ന് പറയുന്നൊരു ടെസ്റ്റുണ്ട്, അതിലൂടെയും ഒക്കെ നമുക്ക് ഈ രോഗം ഡയഗ്നോസ് ചെയ്യുവാൻ സാധിക്കും. അടുത്തതായി ഈസോഫാഗൽ കാർസിനോമ, അന്നനാളത്തിലെ ക്യാൻസർ. അന്നനാളത്തിലെ ക്യാൻസർ ഏറ്റവും കൂടുതലായി ചൈന, ജപ്പാൻ എന്നീ രാജ്യങ്ങളിലാണ് കാണപ്പെടുന്നത്. ആഹാരത്തിൽ ഇരുമ്പ് സത്തിൻ്റെ കുറവ് ഒരു കാരണമാണ്. മാത്രമല്ല, ലഹരിയുടെ അമിതമായ ഉപയോഗം, ഇതൊക്കെ അതിന് കാരണമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. ഇതിൻ്റെ ലക്ഷണങ്ങളെന്ന് പറയുന്നത് ആഹാരം ഇറക്കുന്നതിനുള്ള പ്രയാസം, അതുപോലെ ആഹാരം ഇറക്കുന്ന സമയത്ത് നെഞ്ചിൽ തടഞ്ഞിരിക്കുന്നു എന്നുള്ള തോന്നൽ, ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ. ഇതിൻ്റെ പരിശോധനയ്ക്കായി ബേരിയം സ്വാളോ എക്സ്റേ, ആ എക്സ്റേ എടുത്തു കഴിയുമ്പോൾ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ എലിയുടെ വാല് പോലെ മുകൾ ഭാഗം വീതി കൂടിയും കീഴ്ഭാഗത്തോട്ട് വരുമ്പോൾ വളരെയധികം വീതി കുറഞ്ഞും ആ എക്സ്റേയിൽ നമുക്കിത് കൃത്യമായി കാണുവാൻ സാധിക്കും. കൂടാതെ എൻഡോസ്കോപ്പി, CEA ടെസ്റ്റ് എന്നിവയിലൂടെയും നമുക്ക് ഈ രോഗം ഡയഗ്നോസ് ചെയ്യുവാൻ സാധിക്കും. അടുത്തതായി ഓറൽ ക്യാൻസർ അഥവാ വായിലെ ക്യാൻസർ. ഇത് നമ്മുടെ ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത്. ഇതിന് കാരണമായി പറയുന്നത് വെറ്റില മുറുക്കും മദ്യപാനവും പുകവലിയും ഒക്കെയാണ്. അതായത് അതിൻ്റെ ലക്ഷണങ്ങളെന്ന് പറയുമ്പോൾ വേദന ഇല്ലാത്ത വ്രണം വായിലുണ്ടാകുക, അതിന് ചുറ്റിലും ഉണ്ടാകുന്ന തടിപ്പ്, കൂടാതെ വായിലുണ്ടാകുന്ന ചർമ്മത്തിൻ്റെ വിള്ളലുകൾ, വെളുത്ത നിറത്തിലുള്ള ഒരു തരം ചർമ്മത്തിൻ്റെ കളർ വ്യത്യാസം, അങ്ങനെ ഒരു വളർച്ച, ഇതൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ. ഇതിൻ്റെ പരിശോധനയ്ക്കായി ബയോപ്സി ടെസ്റ്റ്, CEA അങ്ങനെയുള്ള ടെസ്റ്റുകളിലൂടെ നമുക്ക് ഇത് ഡയഗ്നോസ് ചെയ്യുവാനും സാധിക്കും. ത്രോട്ട് ക്യാൻസർ തൊണ്ടയിലെ ക്യാൻസറാണ്. ശബ്ദം അടപ്പായിട്ടാണ് ഈ രോഗം ആദ്യമായി തുടങ്ങുന്നത്. ആദ്യമായി ശബ്ദം അടയ്ക്കുമ്പോൾ നമ്മൾ തൊണ്ടയുടെ എന്തെങ്കിലും നിസ്സാര രോഗമാണെന്ന് കരുതാം. പക്ഷേ കൂടുതലായി മാസങ്ങളോളം ഇതുപോലെ ശബ്ദമടപ്പ് വന്നു കഴിഞ്ഞാൽ നമ്മൾ വളരെയധികം അത് ശ്രദ്ധിക്കണം. ഒരുപക്ഷെ അത് തൊണ്ടയിലെ ക്യാൻസറായി മാറുന്നതിനോ അതോ ക്യാൻസർ തന്നെ ആകാനും സാധ്യതയുണ്ട്. മറ്റ് ലക്ഷണങ്ങൾ തൊണ്ടവേദന, അതുപോലെ വിട്ടുമാറാത്ത ചുമയുണ്ടാവും. മാത്രമല്ല, ആഹാരം ഇറക്കുമ്പോൾ തൊണ്ടയിൽ തടയുന്നു എന്നുള്ളൊരു തോന്നൽ, ഇവയൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണം. പുകവലിയും മദ്യപാനവും കൂടുതലുള്ള സംസാരവും ഇതിന് കാരണങ്ങളായി പറയപ്പെടുന്നു. കൂടുതലായും ഇത് അധ്യാപകരിലും ഗായകരിലുമാണ് ഈ രോഗം കാണപ്പെടുന്നത്. CT സ്കാൻ, PET സ്കാൻ, ലാരിഞ്ചോസ്കോപ്പ് എന്നിങ്ങനെയുള്ള പരിശോധനയിലൂടെ നമുക്ക് ഈ രോഗം ഡയഗ്നോസ് ചെയ്യുവാനും സാധിക്കും. അടുത്തതായി ലിവർ ക്യാൻസർ. കരളിലെ ക്യാൻസർ തെക്ക് കിഴക്കൻ ഏഷ്യയിലും ആഫ്രിക്കയിലുമാണ് കൂടുതലായി കാണപ്പെടുന്നത്. മദ്യപാനം കൊണ്ടുണ്ടാകുന്ന കരൾ നാശവും പോഷകാഹാരം കുറയുന്നതും ഇതിന് ഒരു കാരണമായി കണക്കാക്കുന്നു. ഇതിൻ്റെ ടെസ്റ്റുകൾക്കായി LFT ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ്, AFP
CEA, CT സ്കാൻ എന്നിവയിലൂടെ നമുക്ക് രോഗം ഡയഗ്നോസ് ചെയ്യുവാനും സാധിക്കും. ലങ് ക്യാൻസർ, ശ്വാസകോശ ക്യാൻസറിനെ പ്രധാനമായും രണ്ടായി തരംതിരിക്കാം. അതായത് പ്രാഥമികമായി നമ്മുടെ ശ്വാസകോശത്തിൽ ഉണ്ടാകുന്ന ക്യാൻസർ എന്നും മറ്റ് അവയവങ്ങളിൽ നിന്നും സെക്കൻഡറീസ് ആയിട്ട് സ്പ്രെഡ് ബൈ സെക്കൻഡറീസ് എന്ന് നമ്മൾ ക്യാൻസറിൽ പറയാറുണ്ട്. അങ്ങനെ സെക്കൻഡറീസായി ശ്വാസകോശത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ക്യാൻസർ എന്നും. സാധാരണയായി ശ്വാസകോശത്തിൽ മുഴകൾ കാണപ്പെടുന്നു. പുകവലിയാണ് ഇതിൻ്റെ പ്രധാനമായ ഒരു കാരണമായി കണക്കാക്കുന്നത്. ഭൂരിഭാഗം രോഗികൾക്കും ലക്ഷണങ്ങളൊന്നും തന്നെ ഇത് കാണാറില്ല. എന്നാൽ ചില രോഗികളിൽ അതിൻ്റെ ലക്ഷണങ്ങൾ പ്രകടമാകുന്നു. അതായത് ചുമ, ശ്വാസം മുട്ടൽ, നെഞ്ചുവേദന, ക്ഷീണം എന്നിവയാണ് ലക്ഷണങ്ങൾ. CT സ്കാൻ, ബയോപ്സി ടെസ്റ്റ്, CEA, സിഫ്ര 21.1 എന്നീ ടെസ്റ്റുകളിലൂടെ നമുക്ക് ഈ രോഗം ഡയഗ്നോസ് ചെയ്യുവാനും സാധിക്കും. അടുത്തതായി പ്രോസ്റ്റേറ്റ് ക്യാൻസർ. മൂത്ര സംബന്ധമായിട്ടുള്ള ലക്ഷണങ്ങളാണ് പ്രോസ്റ്റേറ്റ് ക്യാൻസറിൽ സാധാരണ കാണിക്കുന്നത്. അതൊരുപക്ഷെ നമുക്ക് യൂറിനറി ഇൻഫെക്ഷൻ എന്നൊക്കെ നമുക്ക് തോന്നിയേക്കാം. പക്ഷേ അങ്ങനെ അതായിരിക്കണമെന്നില്ല. കൂടെയുള്ള മൂത്രമൊഴിവ്, ചുടിച്ചിൽ, വേദന എന്നിവ ഇതിൻ്റെ ലക്ഷണങ്ങളായി നമുക്ക് കണക്കാക്കുന്നു. CT സ്കാൻ പരിശോധനയിൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വളരെയധികം എൻലാർജ്, അതായത് വലിപ്പമായിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഇതിൻ്റെ പരിശോധനയ്ക്കായി PSA എന്ന് പറയുന്നൊരു ടെസ്റ്റും CEA എന്ന ടെസ്റ്റും പിന്നെ ബയോപ്സിയിലൂടെയുമൊക്കെ ഈ രോഗം നമുക്ക് ഡയഗ്നോസ് ചെയ്യുവാൻ സാധിക്കും. അടുത്തതായി കോളോറെക്ടൽ ക്യാൻസർ, അതായത് കുടലിനെയും മലദ്വാരത്തിനെയും ബാധിക്കുന്ന ക്യാൻസറാണ് കോളോറെക്ടൽ ക്യാൻസർ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത് വൻകുടലിനെയും മലദ്വാരത്തെയും ബാധിക്കുന്നു. മലം ലൂസായി പോവുക, കൂടെ മലം പോകുന്ന രീതി ഇതിനകത്തുണ്ടാകാം. കൂടാതെ വയറുവേദന, മലത്തോടുകൂടി രക്തം പോവുക, ഇവയൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ. CT സ്കാൻ, കൊളോണോസ്കോപ്പി എന്നീ പരിശോധനയിലൂടെയും നമുക്ക് ഈ രോഗം ഡയഗ്നോസ് ചെയ്യുവാൻ സാധിക്കും. സാധാരണയായി കുടൽ മുറിച്ചു മാറ്റിയിട്ട് ഒരു ബാഗ് പുറമെ ഇടുന്നതാണ് സർജറി ചികിത്സ. എന്നാൽ കൂടുതലായി സ്പ്രെഡ് ആകാത്ത കേസുകളിൽ ഇതിൻ്റെ ഒരാവശ്യവുമില്ല. മരുന്നുകൾ കൊണ്ട് നമുക്ക് ഈ രോഗം സുഖപ്പെടുത്തുവാനും സാധിക്കും. അടുത്തതായി ലിംഫോമാസ്. ലിംഫ് ഗ്രന്ഥികളെ ബാധിക്കുന്ന ഒരു തരം ക്യാൻസറാണ് ലിംഫോമാസ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ശരീരത്തിൽ പല ഭാഗങ്ങളിലായി ഗ്രന്ഥികൾ തടിച്ച് വീർത്ത്, കൂടുതലായും സംഭവിക്കുന്നത് സെർവൈക്കൽ ഗ്ലാൻഡ്സ്, കഴുത്തിനുള്ള ആ ഗ്ലാൻഡുകളൊക്കെ തടിച്ച് വീർത്ത് വരിക, കക്ഷത്തിലെ ഒടുവിനുള്ള ഗ്ലാൻഡുകളൊക്കെ വീർത്ത് വരിക, ഇതാണ് ഇതിൻ്റെ ലക്ഷണം. ഇത് CEA, β2 മൈക്രോഗ്ലോബുലിൻ എന്നീ ടെസ്റ്റുകളിലൂടെ നമുക്ക് ഈ രോഗം ഡയഗ്നോസ് ചെയ്യുവാനും സാധിക്കും. അടുത്തതായി ബ്ലഡ് ക്യാൻസർ, രക്ത അർബുദം. കൂടുതലായും കുട്ടികളിലാണ് ഈ ലൂക്കീമിയ അഥവാ ബ്ലഡ് ക്യാൻസർ കണ്ടുവരുന്നത്. പ്രധാനമായും 2 വിധത്തിലാണ് ഇത് കാണുന്നത്. ALL, അതായത് അക്യൂട്ട് ലിംഫോബ്ലാസ്റ്റിക് ലൂക്കീമിയ, AML, അക്യൂട്ട് മൈലോബ്ലാസ്റ്റിക് ലൂക്കീമിയ എന്നാണ് നമ്മളിതിനെ വിളിക്കുന്നത്. ഈ രോഗത്തിൽ രക്തത്തിലെ ശ്വേതാണുക്കൾ ക്രമാതീതമായി വർദ്ധിക്കുന്നു. WBC, അതായത് രക്ത അണുക്കൾ, വെളുത്ത അണുക്കളാണ് സാധാരണയായി പകർച്ചവ്യാധികളിൽ നിന്നും ശരീരത്തെ രക്ഷിക്കുന്നത്. എന്നാൽ WBC ഈ നമ്മളുടെ ക്യാൻസർ രോഗികളുടെ, ബ്ലഡ് ക്യാൻസർ രോഗികളുടെ WBCക്ക് ഈ കടമ നിറവേറ്റാൻ സാധിക്കാത്തത് മൂലം പല വിധത്തിലുള്ള പകർച്ചവ്യാധികളും പിടിപെടാനുള്ള സാധ്യതയുണ്ട്. ഇതിൻ്റെ പരിശോധനയ്ക്കായി ബ്ലഡ് റോട്ടിൻ, CEA, ബോൺ മാരോ എന്നിവയിലൂടെ നമുക്ക് ഈ രോഗം ഡയഗ്നോസ് ചെയ്യുവാനും സാധിക്കും. ക്യാൻസർ രോഗത്തിന് ഇപ്പോൾ ലഭിക്കുന്ന ചികിത്സകൾ എന്തെല്ലാമാണ്? മുഖ്യമായും 4 തരം ചികിത്സകളാണ് ഇന്ന് രോഗികൾക്ക് ലഭിക്കുന്നത്. അവ റേഡിയേഷൻ തെറാപ്പി, കീമോതെറാപ്പി, ബയോളജിക്കൽ തെറാപ്പി, ജീൻ തെറാപ്പി എന്നിവയാണ്. ആദ്യമായി റേഡിയേഷൻ തെറാപ്പി. ആക്റ്റീവായിട്ടുള്ള രശ്മികളെ അർബുദ ബാധിത ഭാഗത്തേക്ക് കടത്തിവിട്ട് ആ രോഗകോശങ്ങളെ, ക്യാൻസർ സെല്ലുകളെ നശിപ്പിക്കുകയാണ് റേഡിയേഷൻ തെറാപ്പിയിലൂടെ നമ്മൾ ചെയ്യാറുള്ളത്. അതല്ലാതെ തന്നെ റേഡിയേഷൻ തെറാപ്പി റേഡിയോ ആക്റ്റീവായിട്ടുള്ള ചില വസ്തുക്കളെ ഉള്ളിലേക്ക് കടത്തിയും ചെയ്യാറുണ്ട്. ഉദാഹരണത്തിന് ക്യാൻസർ തൈറോയിഡിൽ റേഡിയോ ആക്റ്റീവായിട്ടുള്ള അയഡിൻ ഇതിൻ്റെ ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്നു. രണ്ടാമതായി കീമോതെറാപ്പി. ഏറ്റവും കൂടുതലായി പ്രചാരത്തിലിരിക്കുന്ന ചികിത്സയാണ് കീമോതെറാപ്പി. വളരെ ശക്തമായ ഡ്രഗ്സിനെ ശരീരത്തിലേക്ക് പ്രവേശിപ്പിച്ച് ക്യാൻസർ സെല്ലുകളെ നശിപ്പിക്കുന്ന ഒരു രീതിയാണിത്. എന്നാൽ കീമോതെറാപ്പി മരുന്നുകൾക്ക് രോഗബാധിത കോശങ്ങളെയും ആരോഗ്യമുള്ള കോശങ്ങളെയും വേർതിരിച്ചറിയുവാൻ സാധിക്കാത്തതിനാൽ എല്ലാ കോശങ്ങളെയും ഡാമേജ് ആക്കുന്നു. ഇതുമൂലം മുടി പൂർണ്ണമായും കൊഴിഞ്ഞു പോവുകയും രക്താണുക്കൾ, അതായത് WBC ക്രമാതീതമായി താഴ്ന്നു വരികയും ചെയ്യുന്നു. ശരീരത്തിലെ എല്ലാ അവയവങ്ങളെയും വളരെ ശക്തമായി ഡാമേജ് ഉണ്ടാക്കുന്ന ഒന്നാണ് കീമോതെറാപ്പി. അടുത്തതായി സർജറി ചികിത്സയാണ്. അർബുദ ബാധിത കോശങ്ങളെ മുഴുവനായും മുറിച്ച് നീക്കം ചെയ്യുന്നു. ഉദാഹരണത്തിന് ക്യാൻസർ ബ്രസ്റ്റ്. ഈ ക്യാൻസർ ബ്രസ്റ്റ്
എന്ന് പറയുന്ന രോഗത്തിൽ റാഡിക്കൽ മാസ്റ്റക്ടമി എന്ന് പറയുന്ന ഒരു ഓപ്പറേഷനാണ് നടത്തുന്നത്. ആ ഓപ്പറേഷനോട് തന്നെ ബ്രസ്റ്റ് റിമൂവ് ചെയ്യുകയും അതോടൊപ്പം അവിടെയുള്ള ലിംഫ് ഗ്രന്ഥികൾ പൂർണ്ണമായും നീക്കം ചെയ്യുകയും ചെയ്യുന്നു. അടുത്ത ഉദാഹരണം പ്രോസ്റ്റേറ്റ് ക്യാൻസർ. പ്രോസ്റ്റേറ്റിന് ക്യാൻസർ വന്നു കഴിഞ്ഞാൽ ടെസ്റ്റിക്കിളിനും ഇതോടൊപ്പം തന്നെ റിമൂവ് ചെയ്യാറുണ്ട്. ഇത്തരം ചികിത്സാ രീതിയെക്കുറിച്ച് എന്താണ് ഡോക്ടറുടെ വിലയിരുത്തൽ? ഇത്തരത്തിലുള്ള ചികിത്സകളിൽ എല്ലാം തന്നെ ആദ്യ സ്റ്റേജുകളിലല്ലാതെ ഒരു റാഡിക്കൽ ക്യൂർ കാണുന്നത് വളരെ അപൂർവമാണ്. രോഗികൾ ഏതാനും മാസങ്ങളോ വർഷങ്ങളോ സർവൈവ് ചെയ്യുന്നതാണ് നാം കണ്ടുവരുന്നത്. കൂടാതെ ലോകത്തെമ്പാടും നിരവധി ക്യാൻസർ ആശുപത്രികളുണ്ട്. എങ്കിൽ പോലും ഈ രോഗത്തെ ഫലപ്രദമായി തടയുന്നതിനോ നിയന്ത്രിക്കുന്നതിനോ ചികിത്സിക്കുന്നതിനോ ഇതേവരെ സാധിച്ചിട്ടില്ല. 80% രോഗികളും ഈ രോഗം ഡയഗ്നോസ് ചെയ്ത് 5-6 വർഷങ്ങൾക്കുള്ളിൽ തന്നെ മരണമടയുന്നതായാണ് നമ്മൾ കണ്ടുവരുന്നത്. ഇതിന് പ്രധാനമായി ചില കാരണങ്ങൾ കാണുന്നു. രോഗം മെറ്റാസ്റ്റേസിസ് എന്ന് പറയുന്ന ഒരു പ്രക്രിയയിലൂടെ ശരീരം മുഴുവന് എല്ലാ അവയവങ്ങളിലേക്കും പടരുന്ന നിമിത്തം. 2, കീമോതെറാപ്പിയിലൂടെ ശരീര കോശങ്ങൾക്കും അവയവങ്ങൾക്കും സംഭവിക്കുന്ന നാശം മൂലം. ഹോമിയോ മരുന്നുകൾ ഈ രോഗത്തിന് എത്രമാത്രം ഫലപ്രദമാണ്? ഹോമിയോ മരുന്നുകൾ ഉപയോഗിച്ച് നടത്തിയ ഗവേഷണ പഠനങ്ങളിൽ ചില ഹോമിയോ മെഡിസിൻസിന് സെല്ലുകളുടെ അപ്പോട്ടോസിസ്, അതായത് നോർമൽ സെൽ ഡെത്തിന് ക്യാൻസർ രോഗികളിൽ ഇൻഫ്ലുവൻസ് ചെയ്യുവാൻ സാധിക്കും എന്ന് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുണ്ട്. കൂടാതെ ചില മരുന്നുകൾക്ക് സെല്ലിലെ P53 ജീനുകൾക്ക് ശക്തി പകരുന്നതിനും DNA മോളിക്യൂൾസിൻ്റെ ലാഡറിംഗ് പാറ്റേൺ അഗാരോസ് ജെൽ ഇലക്ട്രോഫോർസിസിനും സാധിക്കുന്നു. നിരവധി മരുന്നുകൾക്ക് സെല്ലിൻ്റെ ഓക്സിഡേറ്റീവ് മെറ്റബോളിസത്തെ പൊട്ടൻഷ്യേറ്റ് ചെയ്യുവാനും സാധിക്കും എന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. കൂടാതെ ബ്രെയിൻ ട്യൂമറിൽ ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക മരുന്നിന് ബി ലിംഫോയിഡ് സെല്ലുകളിൽ പ്രൊട്ടക്റ്റീവ് ആക്ഷൻ എഗൻസ്റ്റ് H2O2 ഇൻഡ്യൂസ്ഡ് ക്രോമസോമൽ ഡാമേജിനും സാധിക്കാമെന്ന് ഗവേഷണങ്ങളിലൂടെ മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുണ്ട്. ഡോക്ടറുടെ 32 വർഷത്തെ ക്യാൻസർ ചികിത്സാ രംഗത്തെ ഗവേഷണ പഠനങ്ങളിൽ നിന്നും നമ്മുടെ പ്രേക്ഷകർക്ക് നൽകുവാനുള്ള ഉപദേശം എന്താണ്? എൻ്റെ 32 വർഷത്തെ ഗവേഷണ പഠനങ്ങളിൽ നിന്നും വളരെ പ്രയോജനപ്രദമായ ചില മരുന്നുകളെ വളരെ ഫലപ്രദമായി ഉപയോഗിക്കുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഇതിലൂടെ ഏതുതരം ക്യാൻസർ രോഗത്തിനും 60 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ, അതായത് ചികിത്സ തുടങ്ങി 60 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ രോഗശാന്തി നൽകുവാനും സാധിക്കുന്നുണ്ട്. 3 വ്യത്യസ്തമായ തലങ്ങളിലൂടെയാണ് ഞാൻ എൻ്റെ രോഗികളുടെ രോഗശാന്തി വിലയിരുത്തുന്നത്. അവ യഥാക്രമം: 1, രോഗലക്ഷണങ്ങളിലുണ്ടാകുന്ന ശമനം, അതായത് മരുന്നുകൾ ഉപയോഗിച്ച് ഏകദേശം ഒരു 10 ദിവസങ്ങൾ കഴിയുമ്പോൾ തന്നെ രോഗത്തിന് ശാന്തി, ഒരു സമാധാനം പ്രകടമാകുന്നു. 2, സെറോളജിക്കൽ ടെസ്റ്റുകൾ, അതായത് ഈ ക്യാൻസറിൻ്റെ ടെസ്റ്റുകളായിട്ടുള്ള അവർക്ക് ആവശ്യമായി വരുന്ന ചില രക്തപരിശോധനകളുണ്ട്. CEA, AFP, PSA, സിഫ്ര 21.1, CA125, CA153, CA19.9, β2 മൈക്രോഗ്ലോബുലിൻ എന്നിങ്ങനെ ഓരോ രോഗികൾക്കും ആവശ്യമായി വരുന്ന ടെസ്റ്റിലൂടെ അവർക്ക് ലഭിക്കുന്ന ടെസ്റ്റ് വാല്യൂവിൻ്റെ കുറവ്, അതായത് ആദ്യം വരുമ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്, അതിനുശേഷം വീണ്ടും ടെസ്റ്റ് ചെയ്യുമ്പോൾ വളരെയധികം അത് കുറവായി കാണുന്നു. അടുത്തതായി MRI സ്കാന്, CT സ്കാന്, അൾട്രാസോണോഗ്രാഫി സ്കാൻ, കൂടാതെ എൻഡോസ്കോപ്പി, സിഗ്മോയിഡോസ്കോപ്പി, കൊളോണോസ്കോപ്പി മുതലായ പരിശോധനകളുടെ അടിസ്ഥാനത്തിൽ മുഴയുടെ വലിപ്പത്തിൽ വരുന്ന കുറവ്. എന്നാൽ ബയോപ്സി ടെസ്റ്റിന് വിധേയരായി വരുന്ന രോഗികളിൽ മുഴകളിൽ സൂചി കുത്തിയിറക്കുന്നത് മൂലവും അതിൽ നിന്നും പരിശോധനയ്ക്കായി ഒരു കഷ്ണം മുറിച്ചു മാറ്റുന്ന മൂലവും വളരെ പെട്ടെന്ന് സെല്ലുലാർ പ്രോലിഫറേഷൻ ഉണ്ടാകുന്നതായും ട്യൂമർ സെല്ലുകൾ പെട്ടെന്ന് വളർന്ന് വലുതാകുന്നതായും അപൂർവം ചില കേസുകളിൽ ഞാൻ കണ്ടുവരുന്നു. ഈ പരിശോധനകളിലൂടെ എൻ്റെ വിലയിരുത്തൽ 3 വിധം ടെസ്റ്റുകൾക്കും കുറവ് ലഭിച്ചാൽ രോഗത്തിന് പൂർണ്ണമായിട്ട് 100% അതിന് ശാന്തി വരുത്തുവാൻ കഴിയും എന്ന് തന്നെയാണ്. ഇങ്ങനെ സാധിച്ചിട്ടുള്ള നിരവധി ജീവിക്കുന്ന ഉദാഹരണങ്ങളെ എനിക്ക് കാണിച്ചു തരുന്നതിനും സാധിക്കും. മേൽപ്പറഞ്ഞവയിൽ ഏതെങ്കിലും ഒന്നിനെങ്കിലും ശാന്തി ലഭിച്ചാൽ രോഗിക്ക് വലിയ കുഴപ്പം ഒന്നും സംഭവിക്കാതെ വർഷങ്ങളോളം സുഖമായി ജീവിക്കുവാനും സാധിക്കും. കീമോയും റേഡിയേഷനും നടത്താതെ വരുന്ന കേസുകളിൽ 80% വിജയസാധ്യത കാണുന്നു. എന്നാൽ ഈ കീമോതെറാപ്പിയും റേഡിയേഷനും കഴിഞ്ഞു വരുന്ന രോഗികളിൽ ശരീരകോശങ്ങൾക്ക് വളരെ ഇറിവേഴ്സിബിൾ ആയിട്ടുള്ള ഡാമേജ് ഉണ്ടാകുന്ന നിമിത്തവും അവയുടെ വളരെ ദൂരവ്യാപകമായിട്ടുള്ള സൈഡ് എഫക്റ്റ് മൂലവും വിജയസാധ്യത 60% വരെ കുറയുന്നതായും ഞാൻ മനസ്സിലാക്കുന്നു. രോഗശാന്തി നൽകുന്ന ഏതിനെയും ശാസ്ത്രാഗ്നിയിൽ സ്ഫുടം ചെയ്ത് അതിനെ ഉൾക്കൊള്ളുകയോ തള്ളിക്കളയുകയോ ചെയ്യേണ്ടത് ഏതൊരു ശാസ്ത്രജ്ഞൻ്റെയും മനുഷ്യരാശിയോടുള്ള കടമയായി ഞാൻ കണക്കാക്കുന്നു. പ്രശസ്ത നാടക സീരിയൽ ചലച്ചിത്ര താരമായ ശ്രീമതി ലൗലി ക്യാൻസർ രോഗത്തിൽ നിന്ന് പൂർണ്ണ സുഖം പ്രാപിച്ചത് ഡോക്ടർ എസ് കൃഷ്ണകുമാറിൻ്റെ ചികിത്സയിലൂടെയാണ്.
അവരുടെ വാക്കുകളിലേക്ക്. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 2001 എനിക്ക് അസുഖം തുടങ്ങുന്നത്. പക്ഷെ അന്നേരം ഒന്നും ക്യാൻസർ ആണെന്നുള്ളതൊന്നും അറിഞ്ഞില്ല. ഞാൻ ആദ്യം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ പോയി, പിന്നെ ആലപ്പുഴ ജില്ലാ ഹോസ്പിറ്റൽ കടപ്പുറം അവിടെയും പോയി. അപ്പോൾ അവിടുന്ന് ഡോക്ടർ മരുന്ന് തന്നു, DNC ചെയ്തു. അപ്പോൾ എന്നോട് പറഞ്ഞു ഒരു 6 മാസമൊക്കെ നോക്ക്, മരുന്ന് കഴിച്ച് നോക്കെന്ന് പറഞ്ഞു. അങ്ങനെ നോക്കിയിട്ട് വീണ്ടും കൂടിയപ്പോൾ റിമൂവ് ചെയ്യാം, യൂട്രസ് റിമൂവ് ചെയ്യാമെന്നും പറഞ്ഞാണ് ഇരുന്നത്. അപ്പോൾ ആ ഒരു സീസൺ കഴിയട്ടെ, ഞാനൊരു ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് ആ ഒരു സീസൺ കഴിയട്ടെ എന്ന് വിചാരിച്ചു. എന്തായാലും ഒരു മെയ് ജൂണൊക്കെ ആകുമ്പോഴേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്താണ് എന്നോട് പറഞ്ഞത്, ചേച്ചി ഇത്ര ഏജല്ലേ ആയുള്ളൂ, റിമൂവ് ചെയ്യേണ്ട, ഇങ്ങനൊരു ഡോക്ടറുണ്ട്, ഡോക്ടർ കൃഷ്ണകുമാറാണ്, അപ്പോൾ അദ്ദേഹത്തെ ഒന്ന് പോയി കാണാൻ പറഞ്ഞു. എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു ഏയ് അതൊന്നും വേണ്ട, ശരിയാവില്ലത്, അത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാമെന്ന് പറഞ്ഞു. എനിക്ക് ആർട്ടിസ്റ്റാണ്, പിന്നെ 3 മാസത്തെ റെസ്റ്റ്, അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ ഡോക്ടറെ പോയി കണ്ടു. ആദ്യം സംസാരിച്ചപ്പോൾ എനിക്ക് ഡോക്ടർ വളരെ കൂളായിട്ട് എന്നോട് സംസാരിച്ചു. അപ്പോഴിതാണെന്നൊന്നും എന്നോട് പറയുന്നില്ല. നമുക്ക് മരുന്ന് കഴിക്കാം, ഹോമിയോ വിശ്വാസമുണ്ടോയെന്ന് ആദ്യം ചോദിച്ചു. ഞാൻ പറഞ്ഞു വിശ്വാസമുണ്ട്, ചെറുപ്പത്തിലൊക്കെ എനിക്ക് ഹോമിയോ തന്നിരുന്നെന്നൊക്കെ പറഞ്ഞു. എൻ്റെ മക്കൾക്ക് ഹോമിയോ കൊടുത്തിരുന്നത്. അങ്ങനെ ഞാൻ ഹോമിയോ കഴിച്ചു തുടങ്ങിയപ്പം എനിക്ക് പെയിൻ ഭയങ്കരമായിട്ട് കൂടി. വീണ്ടും പഴയതുപോലെ വന്നപ്പോൾ ഞാൻ ഡോക്ടറെ വിളിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞാൽ ആദ്യം ഇത്തിരി കൂടും, വേദന വരുമ്പോൾ മരുന്ന് ഇങ്ങനെ ഇന്ന സമയത്ത് ഇങ്ങനെ പോലെ കഴിക്കണം എന്നൊക്കെ ആദ്യം എനിക്ക് പറഞ്ഞു തന്നു. ഓരോ സമയത്തും മരുന്ന് ഒന്ന് നമുക്ക് സ്കാൻ ചെയ്ത് നോക്കാം, അത് ഈ സ്കാനിങ് റിപ്പോർട്ട് എനിക്ക് പറ്റില്ല, അത് എറണാകുളത്ത് പോയി നമ്പ്യാർ ഹോസ്പിറ്റലിൽ പോയി സ്കാൻ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോയി സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ ഈ ബീഭത്സ രൂപം മനസ്സിലാകുന്നത്. ഡോക്ടർ അത് നോക്കിയിട്ട് എന്നോട് പറഞ്ഞു, അന്നേരം എന്നോട് പറഞ്ഞില്ല, എന്നോട് പറഞ്ഞു ബാബുവിനെ എനിക്കൊന്ന് കാണണം. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തെങ്കിലും ഒരു ഇതാണെങ്കിൽ വേണ്ട ഡോക്ടർ, ഞങ്ങളിങ്ങനെ ഇൻ്റർകാസ്റ്റ് മാരേജ് ആയതുകൊണ്ട് മരിച്ചു പോകും, 2 പേർക്കും താങ്ങാനാവില്ല, അതുകൊണ്ട് ഞാൻ മരിച്ചു പോകുന്നെങ്കിൽ അതിന് ഒരാഴ്ച മുമ്പ് പറഞ്ഞാൽ മതി എന്നൊക്കെ ഡോക്ടറോട് പറഞ്ഞു. എന്തായാലും ചികിത്സ തുടങ്ങി. ഒരു 2 മാസം എന്നോട് പറഞ്ഞാൽ ആദ്യം ഇത്തിരി വിഷമം ഉണ്ടാവും, പക്ഷേ അതെന്താണേലും എന്നെ വിളിച്ച് പറയണം, അന്നേരം വിളിച്ച് പറയണം. അന്ന് മൊബൈൽ സൗകര്യമൊന്നുമില്ല, ലാൻഡ് ഫോണിൽ കൂടെ വിളിച്ച് പറഞ്ഞ് കൃത്യമായിട്ട് എനിക്ക് മരുന്ന് ഇന്ന മരുന്ന് എടുക്കുക, ഇത്ര തുള്ളി ഒഴിക്കുക, ഇന്നത് കഴിക്കുക, ഇന്ന സമയത്ത് കഴിക്കണം, നിർബന്ധമായിട്ട് പറയുമായിരുന്നു ഡോക്ടർ. എന്നെ ആ ഒരു കാര്യത്തിൽ എനിക്ക് ഡോക്ടറോട് ഏറ്റവും കൂടുതൽ കമ്മിറ്റ്മെൻ്റ് ഉള്ള മരുന്ന് കഴിക്കുന്ന സമയം തെറ്റാതെ, കൃത്യ അളവ്, കൃത്യസമയം, പിന്നെ ചില പഥ്യങ്ങളൊക്കെ പറയുന്ന ഇന്ന ആഹാരങ്ങൾ ഒഴിവാക്കണം. അങ്ങനെ ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് ചെറിയൊരു ആശ്വാസം തോന്നി. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി വിശ്വാസമായി. അങ്ങനെ ഞാൻ മരുന്ന് കഴിച്ചെന്ന് പറഞ്ഞാൽ ഒരു വർഷത്തോളം കണ്ടിന്യൂ ഡോക്ടർ പറയുന്ന രീതിയിൽ തന്നെ മരുന്ന് കഴിച്ചു. അപ്പം മീൻ, ഇറച്ചി, മുട്ട ഇതൊന്നും വേണ്ടാന്ന് പറഞ്ഞു. 1 വർഷം കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ചെറിയ മീനുകളൊക്കെ കൂട്ടിക്ക്, കുഴപ്പമൊന്നുമില്ല, നീ അതിൽ ഓപ്പറേഷനൊന്നും വേണ്ട, ഇതിങ്ങനെ തന്നെ പോകുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ബ്രസ്റ്റിലുമായി. പിന്നെ ഡോക്ടർ മാമോഗ്രാഫി ചെയ്ത് നോക്കിയച്ഛനോട് പറഞ്ഞു, ഇങ്ങനെ ഉണ്ടല്ലോ ലവ്ലി, എങ്ങനെയാണെന്ന് ചോദിച്ചു. ആദ്യം ലൂർദിലാണ് മാമോഗ്രാഫി ചെയ്തത്. അപ്പോൾ അവർ പറഞ്ഞു റിമൂവ് ചെയ്യണം, ബ്രസ്റ്റ് റിമൂവ് ചെയ്യണമെന്നാണ് പറഞ്ഞു. പക്ഷേ ഡോക്ടർ പറഞ്ഞു വിശ്വാസം ഉണ്ടെങ്കിൽ ഹോമിയോ മാത്രം മതി, വേറൊന്നും വേണ്ട. അങ്ങനെ ഞാൻ 2 വർഷം മരുന്ന് കഴിച്ചു. എൻ്റെ സകലവിധ എനിക്ക് ഒരു കുഴപ്പമില്ലാതെ, ഓപ്പറേഷൻ കൂടാതെ ഞാൻ മരിച്ചു പോകുന്നൊരു ഘട്ടമായിരുന്നു എനിക്ക് വിഷമം വരുമ്പോഴൊക്കെ ഡോക്ടറെ അടുത്ത് ഓടിച്ചെന്നത് കുറേ നേരം ഇരുന്നിട്ട് നിനക്ക് ഇഷ്ടമുള്ള ഡോക്ടർ പാട്ട് വെച്ച് തരും, കുറേ നേരം സംസാരിക്കും. എന്നിട്ട് എന്നോട് ആദ്യം പറയുന്നത് വെച്ചാൽ നിന്നേക്കാൾ വലിയ രോഗികൾ എത്രയോ കുട്ടികളുണ്ട് 10-18 വയസ്സായ, അങ്ങനെ നീ ധൈര്യം കൈവെടിയരുത്, ധൈര്യമാണ് ഏറ്റവും വലിയത്, മനോബലം വേണം, പിന്നെ പ്രാർത്ഥന വേണം. അങ്ങനെ എനിക്ക് ഡോക്ടറോടുള്ള കടപ്പാട് എങ്ങനെയാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ എൻ്റെ ഏറ്റവും നല്ല ഫ്രണ്ടാണെന്ന് ചോദിച്ചാൽ ഡോക്ടറാണ്. ആ ഒരു രീതിയിലേക്ക് വന്നു. എന്ത് വേദന വരുമ്പോഴും ഇപ്പോഴും എന്തെങ്കിലും ഒരു അസ്വസ്ഥത തോന്നിയാൽ ഡോക്ടറെ ഞാൻ എന്ത് ചെയ്യണം, അപ്പോൾ ഉടനെ എന്നോട് ഫോണിലൂടെ ആളുടെ മരുന്നിൻ്റെ സ്പെല്ലിംഗ് ഉൾപ്പെടെ പറഞ്ഞു, ഇന്ന മരുന്ന് വാങ്ങിച്ച് കഴിച്ചു പെട്ടെന്ന് മാറും അങ്ങനെയാണ് പറയാറുള്ളത്. അന്ന് തൊട്ട് ഇന്ന് വരെ ഇപ്പോഴും ഞാൻ പറയുന്നത് എത്ര വലിയ മാരകമായ ഇതാണെന്നുള്ളതും ഹോമിയോയ്ക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഹോമിയോ മാത്രം മതി, വേറൊന്നും വേണ്ട. എൻ്റെ മുഖം നിറച്ച് കറുത്ത പാടുകളൊക്കെ ആയിരുന്നു. പക്ഷേ ഡോക്ടർ എനിക്ക് അതിനുള്ള ആത്മധൈര്യം തന്നു. എനിക്ക് മരുന്ന് കഴിക്കുന്നവർ എൻ്റെ വിശ്വാസം അത് മാറും. കാരണം അതിനേക്കാൾ വലിയ രോഗികൾ അവിടെ വരുന്നുണ്ടായിരുന്നു. അവർക്കൊക്കെ നല്ല മാറ്റം വന്നതിന് ശേഷം അവരോടൊക്കെ എന്നെ കൊണ്ട് ഡോക്ടർ സംസാരിപ്പിക്കുമായിരുന്നു. പക്ഷെ അങ്ങനെ പറഞ്ഞ് എനിക്ക് മരുന്ന് കഴിച്ചപ്പം നല്ല മാറ്റം വന്നു. ഞാൻ ഒരുപാട് പേരെ ഡോക്ടറെ പരിചയപ്പെടുത്തി, അവർക്കൊക്കെ നല്ല മാറ്റം വന്നു. അപ്പോൾ അവരുടെയൊക്കെ ഒരു പോസിറ്റീവ് ആയപ്പോൾ എനിക്ക് കുറച്ചുകൂടെ ആത്മധൈര്യം, ഞാൻ എൻ്റെ മരിച്ചു പോകില്ല എന്നുള്ള വിശ്വാസം വന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു ഇത്ര നാൾ നീ മരുന്ന് കഴിക്കണം, അതൊരു കോഴ്സാണ്, ആ മരുന്ന് കഴിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. മരുന്ന് കഴിച്ചു. ഒരു 2003 ഒക്കെ ആയപ്പം എനിക്ക് നല്ല മാറ്റം വന്നു. ഞാൻ പഴയതുപോലെ ആയില്ലെങ്കിൽ പോലും ശരീരമൊക്കെ മുഖത്തെ കറുത്ത പാടുകളൊക്കെ വ്യത്യാസം വന്നു, ദേഹത്തെ പാടുകൾക്കൊക്കെ വ്യത്യാസം വന്നു, നല്ല മാറ്റം വന്നു. ഡോക്ടർ എസ് കൃഷ്ണകുമാറിൻ്റെ ക്യാൻസർ രോഗ ചികിത്സയിലുള്ള മികവിന് നിരവധി പുരസ്കാരങ്ങളും ബഹുമതികളും അംഗീകാരങ്ങളും ഇതിനോടകം ലഭിച്ചിട്ടുണ്ട്. കേരള മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയിൽ നിന്നും പ്രത്യേക പുരസ്കാരം,
ഇദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. 2011 ഇന്റർനാഷണൽ മലയാളി അച്ചീവ്മെന്റ് അവാർഡും ഓസ്ട്രേലിയയിലെ മെൽബണിൽ നിന്ന് ഡോക്ടർ എസ് കൃഷ്ണകുമാറിനെ തേടിയെത്തി. 2011 മഹാത്മാഗാന്ധി മെമ്മോറിയൽ നാഷണൽ സെന്റർ ഫോർ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ചിന്റെ ഗാന്ധിയൻ സേവന പുരസ്കാരവും ഇദ്ദേഹത്തിനാണ് മന്ത്രി കെ സി ജോസഫ് സമ്മാനിച്ചത്. ക്യാൻസർ രോഗികൾക്ക് ഒരു സാന്ത്വനമായി ഇദ്ദേഹത്തിന്റെ സേവനങ്ങൾക്കായി ശ്രീകൃഷ്ണ ക്ലിനിക് ആൻഡ് ക്യാൻസർ റിസർച്ച്, നിയർ പാവക്കുളം ടെമ്പിൾ, LFC റോഡ്, കലൂർ, കൊച്ചി. ഫോൺ 9895810737 9447414337.